കാണുന്നതാണ് മാട്ടൂൽ ബീച്ച്. നമ്മളിപ്പോൾ ഉള്ളത് കുട്ടികളുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലത്താണ്. കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന സ്ഥലത്തുള്ള പെറ്റ് സ്റ്റേഷൻ. കണ്ണൂരിൽ നിന്ന് 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടേക്കുള്ളത്. 200 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റിന്റെ കൂടെ നമുക്കൊരു പെറ്റിന്റെ കൂടെ ഫോട്ടോ എടുക്കാനും ഫിഷിന് കൊടുക്കാനുള്ള ഫുഡും തരും. നോർമൽ ടിക്കറ്റിന് 150 രൂപയാണ് വരുന്നത്. പബ്ലിക് ഹോളിഡേയ്സും വീക്കെൻഡും നല്ല റഷ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സമയം വീക്ക് ഡേയ്സ് ആണ്. അകത്ത് കയറിയ ഉടൻ കാണുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഇവനാണെങ്കിൽ അത്യാവശ്യം പ്രശ്നക്കാരാണെന്ന് മനസ്സിലായി. പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് അകലം പാലിക്കണം എന്ന് പറഞ്ഞു. പെറ്റ് സ്റ്റേഷന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഇവിടുത്തെ എല്ലാ പെറ്റ്സും നല്ല പരിചയമായിരിക്കും. സാധാരണ സൂവിലെ ആനിമൽസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള ആനിമൽസും ബേർഡ്സും ഒക്കെ ലക്കിയാണ്. കാരണം ഇവർ ഇത്രയും നന്നായി നോക്കുന്ന സ്ഥലത്താണല്ലോ ഇവർ ജീവിക്കുന്നത്. എല്ലാം നല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസത്തിലാക്കിനല്ലേ. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? നല്ല ഭംഗിയില്ലേ ഇതിന്റെ കഴുത്ത് കാണാൻ അല്ലേ? ഇത് മിനിയേച്ചർ ഡോങ്കി, പേര് ഡയാന. പൂർണ്ണ വളർച്ച എത്തിയതാണിത്. ഇവിടുത്തെ ഓരോ പെറ്റിനും ഇവരിവിടെ പേരിട്ടിട്ടുണ്ട്. ഇത് ടർക്കി ഡുംബ ഗോട്ടാണ്. ഇത് ആന്ധ്രാപ്രദേശിൽ കണ്ടുവരുന്ന പുൻകനൂർ പശുവാണ്, ഒരു മിനിയേച്ചർ കൗ. ഇതിന് ഏകദേശം 10 ലക്ഷമൊക്കെയാണ് പ്രൈസ് വരുന്നത്. ഈ കാണുന്നതാണ് മിനിയേച്ചർ ഹോസ്. ഇതിന്റെ പേര് സുഹ്റ. ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത രണ്ടുപേരാണ് കേട്ടോ, ഒട്ടകപ്പക്ഷി. ഒരാണും ഒരു പെണ്ണുമാണിത്. ഇവിടെ എന്താ ഇത്ര തിരക്ക് എന്നല്ലേ? ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ പോകുന്ന കക്ഷിയെ കണ്ടോ, ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് പോകുന്നതാ. പിന്നെ ബേർഡ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റും. ഞങ്ങളുടെ കൂടെയുള്ള രണ്ടുപേരെ കാണാനില്ല. നോക്കിയപ്പോൾ ഇതിനൊക്കെ ഇടയിൽ മോൻ അമ്മമ്മയുമായി സെൽഫി എടുത്ത് കളിക്കുകയാണ്. നോക്കിയേ. ഇത് ഡോഗ് സെക്ഷനാണ്. മാംബോ, റൂബി എന്നൊക്കെയാണ് പേര്. ഇവരെയൊക്കെ രാത്രികാലങ്ങളിൽ കൂടിന് വെളിയിൽ ഇറക്കുമെന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനാണിത്, കോയ് ഫിഷ് ഫീഡിങ്. ജസ്റ്റ് നമ്മൾ അടുത്ത് പോകുമ്പോൾ തന്നെ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കളർഫുൾ ആയതുകൊണ്ട് തന്നെ എന്ത് ഭംഗിയല്ലേ ഇവരെ കാണാൻ. ഇവരെ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പെറ്റ് സ്റ്റേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.